എനിക്ക് അന്നയാണ് കൂടുതൽ ഇഷ്ടം, ഇഷ്ടമില്ല പോലെ അല്ല അന്ന ഇഷ്ടം. ഞാൻ പറഞ്ഞത് ഹായ്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് സൈബ മോളെ? അതന്നെ ടെഡി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പെങ്ങക്ക് കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ആർക്കാ കൊടുക്കുക? കൊടുക്കാൻ പോകുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവൾ അവിടേക്ക് പോകണം, ടെഡി വാങ്ങണം, ഓളെ സർപ്രൈസ് ചെയ്യണം. പറഞ്ഞിട്ടില്ല, അപ്പോൾ ഓളെ സർപ്രൈസ് ചെയ്യണം നമുക്കില്ലേ സൈബോളെ? അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണും ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളൊരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പോയി നോക്കാം നമുക്കല്ലേ? ഞാന് എന്തായാലും അവിടെ ഫ്ലവർ മേടിക്കാം. ഫ്ലവറിന്റെ ദിവസം ഉണ്ട്. ഇനി ഒരാഴ്ച പൈസ ചെലവിന്റെ ദിവസങ്ങളാണ്. അതായത് ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ കഴിഞ്ഞോ? കഴിഞ്ഞ് ഇനി ഹഗ് ഡേ, റോസ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ നിങ്ങള് കാണാനിരിക്കുന്നു അല്ലേ? എന്താ എടി ഞാനല്ലേ കല്യാണം കഴിക്കണം, അപ്പൊ ഞാനല്ലേ തീരുമാനിക്കാം. അതെന്താ വെട്ടുപോലെ ഇവള് 90s ജനിക്കണ്ടായിരുന്നു. ഇവള് മേടിച്ചു തരാം. സൈബന്റെ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ സാധനങ്ങളായിരിക്കും ഒരു ടെഡി വാങ്ങാൻ വന്ന ഞാന് എനിക്ക് അറിയില്ല എന്തായി തോന്നുന്നത്. അല്ല അത് ഞാൻ പറഞ്ഞിട്ട് സൈബ നമ്മൾ കൊറേ ഒക്കെ മേടിക്കുന്നല്ലേ. ഇത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയില് നമ്മൾ എന്താണ് മേടിക്കണ്ടേ, ആർക്കാ കൊടുക്കണ്ടേ? അല്ലേ? അല്ല, ഇന്നത്തെ ദിവസം നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്റെ പാർട്ട്ണർക്ക്. ഈ റാഷി ചളി അടിക്കുന്ന നിർത്ത് റഷ്യ ബ്രോ. ഇതല്ലേ കൂട്ടിട്ട് കുറങ്ങണ്ട. അതെ, അതായത് ഇതില് റാഷിയ എടാ, ഇതില് ഇന്നത്തെ ദിവസത്തിന് കൊടുക്കാൻ പറ്റിയ ടെഡി ഏതാണ്? റെഡ് ടെഡിനെ കൊടുക്കുക. അതായത് ഇതല്ലേ? റേറ്റിന്റെ മുന്നായിട്ട് നമുക്ക് വേറെ ടെഡി ഉണ്ടോ? എന്തെങ്കിലും ചെറിയ ടൈപ്പ്? ചെറിയ ടൈപ്പ് പറഞ്ഞ റേറ്റ് കുറഞ്ഞ ടൈപ്പ് പ്രാവശ്യം. കൊള്ളാം. അതെ, ഇത് വേറൊരു കാര്യമുണ്ട്. ഇതൊന്നും കൊടുക്കണ്ടടാ, വീട്ടിൽ വെക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിപ്പോ. ക്യാരി ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കൊടുക്കത്ത്. ഞമ്മക്ക് തന്നെ വെയിറ്റ് ഉണ്ട് അല്ലേ സൈബ? സൈബക്ക് ഒരു ടെഡിയുടെ മരിയൊക്കെ വാങ്ങി കൊടുത്തില്ല. എന്നിട്ട് അല്ല, സൈബക്കൊക്കെ ഞാൻ ഇഷ്ടംപോലെ മേടിച്ചു കൊടുക്കാറുണ്ട്. എന്ത് സൈബ അങ്ങനെ എനിക്ക് പറയാൻ പാടില്ല. ഞാൻ എനിക്ക് മേടിച്ചു എന്ത് എന്ത് ഈ പൈസ ഓക്ക് മേടിച്ചു കൊടുക്കണ്ടേ? ഈ അത് ഓക്ക് മേടിച്ചു കൊടുക്കാത്ത മോശമാണ്. എനക്കൊന്ന് വാങ്ങി തരാന്ന് വിചാരിച്ചു. ഈ സൈബക്ക് മേടിച്ചു കൊടുക്കാത്ത മോശമാണ്. അല്ല അറിയോ അതിനെപ്പറ്റി പറഞ്ഞു മൂപ്പിക്കല്ലേ? ഞാൻ മൂപ്പിക്കും. എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ തന്നെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. എന്തായാലും ഓക്ക് എടാ നീ ടെഡിനെ എടുത്ത് കൊടുക്ക്. ഇവക്കല്ല മറ്റോൾക്കല്ല. ഇല്ലല്ലേ? എന്താ ഡിസ്കസ് ചെയ്ത്? എന്താ പറഞ്ഞേ? അപ്പൊ എന്ത് ചെയ്യാറിയോ? ഇതിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാ? ഡ്രസ് ഇല്ലാത്തത് റെഡ് ഓപ്ഷൻസ് ആയിട്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഈ 3 ഇത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണം അല്ലേ സൈബ? അല്ലേ? ഒരു ലവറിന് കൊടുക്കാൻ പറ്റിയ വൈബല്ലല്ലോ ഇത്.
ആലോചിക്കാം നമുക്ക്. അത് പിന്നെ ഉള്ളത് ബെസ്റ്റ് വിഷസ് ആണ്. നോക്കി, ഒരു ലവ് വേണല്ലോ. ഇതിൽ ബെസ്റ്റ് വിഷസ് അതിന് പറ്റിയതല്ല. ബെസ്റ്റ് വിഷസും പറ്റില്ല. പക്ഷെ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിച്ച സാധനം. എവിടെ? എന്താ? ഐ ലവ് യു ചെയ്തിട്ട് കൂണാ മഷ്റൂമിന്റെ ചിഹ്നം. മഷ്റൂം അത് പിന്നെ ഐ ലവ് യു ഇങ്ങനെ എഴുതി ഹാർട്ടല്ലേ വേണ്ടി? കൊഴപ്പില്ല, കൊടുക്ക. അത് മൊത്തത്തിൽ ഹാർട്ട് നിക്കണില്ലേ? എല്ലാം കൂടെ ജോയിന്റ് ആവാൻ പറ്റിയ വേറെ ഇല്ലല്ലോ. നമ്മള് ലവിന് പറ്റിയ സാധനം വേറെ, ലവിന് പറ്റിയ സാധനം ഇല്ല. അപ്പൊ ഇതാണ് ഉള്ളത്. പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഹാർട്ട് കിട്ടുമോ? ഇത് ഈ ഹൃദയം എന്റെ മതി അത് പാക്ക് ചെയ്തോ. തുടിക്കുന്ന ഹൃദയമാണ്. മതി പാക്ക് ചെയ്തോ. ഓരോ തന്നെ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. ഓരോ വർത്താനം പറയണ്ട, പാക്ക് ചെയ്തോ. ഇതല്ലേ റെഡി? നോക്ക്, ഐ ലവ് യു ഓക്കെ അല്ലേ? പാക്ക് ഓക്കെ അല്ലേ സൈബ? ഓക്കെ അല്ലേ? എന്താണ് അപ്പൊ അന്റെ ലവറിന് കൊടുക്കണ്ട സൈബ? ലവറൊന്നും ഇല്ല അവൾക്ക്. ഓക്കെ അല്ല? എനിക്ക് ഓക്കാരെങ്കിലും എടുക്കണമല്ലോ. അന്റെ ലവറിനല്ല ഈ ഓളെന്താ അഭിപ്രായം പറഞ്ഞ എന്തിനാ? എന്താ സൈബ? എടാ ബക്ക് മാത്രല്ല, ബക്ക് മാത്രല്ലാന്ന്. പക്ഷെ ഇന്ന് ഈ ഓക്ക് മാത്രം വാങ്ങിക്കൊടുക്കാതെ ഈ ചെറിയ കുട്ടിയല്ലല്ലോ, ചെറിയ കുട്ടിയൊക്കെല്ലാം സാധനം വാങ്ങിക്കൊടുക്കണ്ടേ? ചെറിയ കുട്ടിയൊക്കെല്ലാം സാധനം വാങ്ങിക്കൊടുക്കണ്ടേ? വലിയ കുട്ടിയൊക്കെ എന്തിനാണ് ടെഡിയുടെ? അങ്ങനെ നോക്കിയപ്പോഴാണ് വിത്ത് ലവ് ഉള്ള വേറൊരാളെ നമ്മൾ തേടിയ ആൾക്കാരെ തന്നെ കിട്ടി. ഇതാവുമ്പോ ഹാൻഡിൽ വിത്ത് കേറാ. അതെന്താ ഹാൻഡിൽ വിത്ത് കേറാ? അങ്ങനെ അങ്ങനെയൊക്കെ പറയാലോ. പിന്നെ ഇത് വളരെ ചെറുതായി. ഇപ്പൊ ഇതിന് തലന്റെ അത്ര വലിപ്പമുള്ളൂ. അപ്പൊ കുഞ്ഞതാവാതെ കുറച്ച് ഇതുള്ളത് വേണ്ടേ? വേണം. സാമ്പ്രദായിനി സുപ്പിനി സുഖപൂസനി. ഇത്രയും വലിയ പെട്ടി കാണുമ്പോ എന്തായാലും നെട്ടൂല റാഷിയ. ഇത്രയും വലിയ പെട്ടി നെട്ടണ വേറെ ആളുണ്ട്. അത് നെട്ടിയല്ലോ ഓൾറെഡി നെറ്റി. ഈ എപ്പോഴും ഓൾക്ക് ചെറിയ സാധനം ഇങ്ങനെ മേടിച്ചു കൊടുത്താൽ അങ്ങ് പറ്റിച്ചു വിടും അതിനെ. ഞാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ. വണ്ടിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അതിനാ വണ്ടിന്റെ മുന്നിലല്ല, സോറി, വണ്ടിന്റെ ബാക്കിൽ ഡിക്കിൽ വെക്കാം. ഡിക്കിൽ ഇത് കേരള മോനെ കേറുവാ എന്നാ ഓണാക്ക്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോവല്ലേ? പോവാ. സാമ്പ്രദായിനി സുപ്പിനി സുഖപൂ. സാമ്പ്രദായിനി നിനക്ക് ഞാൻ നല്ല തരട്ടോ റാഷിയ. ഞാൻ മൂപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ കാണുന്നുണ്ട്. അല്ല, ഞാൻ മൂപ്പിച്ചിട്ടൊന്നുമില്ല. ഞാനേ അവിടെ കൊടുക്ക്. ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെല്ല എന്റെ പ്രിയതമന്റെ കാര്യമൊക്കെ അവിടെ കട്ടെ. ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, അങ്ങനെ ആർക്കും കൊടുക്കാറുള്ളൂ. അത് മോശമായിപ്പോയി. ഈ ചെയ്യും മോശമായിപ്പോയി. എന്റെ കൂടെ ഞാൻ വാങ്ങാൻ വന്ന് അതൊക്കെ ശരി, പക്ഷെ ഈ ഓൾക്കും കൂടി മേടിച്ചു കൊടുക്കണേ അല്ലേ മോളെ? ആളിതാ സൈഡിൽ നിൽക്കണ്ട. അപ്പൊ എന്റെ പ്രിയതമ്മ ഇതാ എന്റെ വണ്ടിക്ക് പിന്നാടിണ്ട്. ഓളെ കാക്കന്റെ കൈ വർക്കൗട്ട് ചെയ്തിട്ട് അധികം തിരിക്കും. ചിമ്മിന് പോയിട്ട് അതല്ല, നിങ്ങള് ഇതാക്കി എന്തോന്ന്. എനിക്ക് വേണം എനിക്ക് വേണം എനിക്കുണ്ടോ? പേടിച്ചാ സിംഗിയ? ഇതൊക്കെ പൊളി സാധനം. സിംഗിയ എന്ത്? അല്ല, അതല്ല, ഒരു ചെറിയൊരു പണി ഞാൻ ഇപ്പൊ കൊടുത്ത്
ഈ പണി എങ്ങനെയുണ്ട്? എന്റെ ജീവിതം ഇനി പണികൾ ഏറ്റവും ബാക്കി. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ എല്ലാരും ചെയ്യണമായിട്ടല്ലോ പ്രാവശ്യം ചെയ്യണ്ടേ? അതെ നമ്മള് വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് റോഷൻസ് വ്ലോഗ് ആവുമ്പോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഏത് പണി കൊടുക്കണ്ടേ? നമുക്ക് പണി കൊടുക്കലാണല്ലോ മെയിൻ പരിപാടി അല്ലേ? എന്റെ കല്യാണത്തിന് ആരൊക്കെ പണി വരുന്ന എനിക്കെന്നെ അറിയില്ല. വളച്ചോര് ചില ആൾക്കാരൊക്കെ വിളിക്കാതിരിക്കേണ്ടി വരുമോന്നൊക്കെ ഡൗട്ട് ഉണ്ട്. എന്നാലും വരുമായിരിക്കും. ഇവൻ ചെയ്തതിന് ഇവന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അത് തരണം. അതൊക്കെ അപ്പൊ സിങ്കിക്കുട്ടാം വാ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി. ഞങ്ങളൊരു സ്ഥലം തപ്പി വരുമായിരുന്നു കേട്ടോ. സോ ബൈപ്പാസിന്റെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി ഒരു ഒഴിഞ്ഞ സ്ഥലം വേണല്ലോ അത് കൊടുക്കാൻ വേണ്ടിട്ട്. വാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അറിയില്ല. ഇന്നത്തെ ദിവസം ഗ്ലൂവാ? അല്ല അതല്ല ഇന്ന് വാലന്റൈൻസ് ഡേന്റെ എന്ത് ഡേ ആണ്? ചോക്ലേറ്റാ? ചോക്ലേറ്റാ? പിന്നെന്താ? ഒറ്റൊന്ന് കൊടുത്താലോ? അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എനിക്കൊരു അൺറൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ സർപ്രൈസ്. എന്തോ ഈ വിശ്വസം ഇപ്പൊ എന്തോ ഓളെന്തോ ഇപ്പൊ ഒരു സാധനം പറഞ്ഞു. എന്താ അൺറൊമാൻറ്റിക്? എന്താ അറിയില്ല, എനിക്ക് ഇത്തിരി റൊമാൻസ് കുറഞ്ഞു പോയത് തെറ്റാണ്. പക്ഷെ ഇത് കണ്ടില്ലേ നീ? അൺബോക്സ് ചെയ്യണം. അൺബോക്സ് എവിടുന്ന ഇപ്പൊ തന്നെ ചെയ്യാം. എടുക്ക് കൊടുക്ക്. സത്യം പറയാലോ, ഇന്ന് വരെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല. അതിന് തരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുട്ടിന് തേങ്ങ ഇടണമാതിരി ആവശ്യമില്ലാതെ അനാവശ്യമില്ലാതെ കുത്തി കയറ്റാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും സാധനം കൊടുക്കേണ്ട സമയത്തല്ലേ കൊടുക്കണ്ടേ? അത് ഞാൻ കൊടുത്തു. ഇതൊന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. എങ്ങനെ? ഓൾ അതേ വലുപ്പമുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലേ? അല്ലേ? ശൈവൊന്നും മുണ്ടല്ലോ. സാമ്പ്രദായിന് അൺബോക്സ് എനിക്കൊരു പേടിയുണ്ട്. എന്താ പേടി? എന്താണ്? ഈ ആയതുകൊണ്ട് പണിയായിരിക്കും തരാ. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടേ എടുക്കുള്ളൂ. ഇതെന്താടാ മുഖം തിരിഞ്ഞാണല്ലോ ഇരിക്കുന്ന ആള്? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അൺറൊമാൻറ്റിക് ആണ്. എന്നിട്ടും എന്ത് റൊമാൻറ്റിക് അല്ലേ? ഞാൻ ചേട്ടായി റൊമാൻറ്റിക് അല്ലേ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? മോൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ഇതൊക്കെ നമ്മ സൈബിനെക്കാട്ടിലും വലുപ്പുണ്ട്. സാമ്പ്രദായി എന്ത് എന്ത് എന്താണ് കാര്യം പറ സൈബ. എന്ത് അതിനടക്ക് ആ ടെഡിനെയും കൊണ്ട് അങ്ങനെ നടക്കുന്നു. എന്താ സംഭവം? എന്താ പറയും? ഓളാ ടെഡിനെയും കൊണ്ട് അനക്ക് വേണ്ട. ടെഡിനെ ഓളാണെങ്കിലും കണ്ടില്ല, ടെഡിനെയും പിടിച്ച് അങ്ങനെ നടക്കണ്. വേണ്ട സൈബ വേണ്ട. ഓളാണെങ്കിൽ ആ ടെഡിനെയും പിടിച്ചിട്ട് അന്റത് പോട്ടെ. ഓക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? ആ ടെഡിനെയും കൊണ്ട് അങ്ങനെ നടക്കണോള്. ഓത്ത് പോലെ അല്പം വെച്ചില്ലോള്. മതി മതി. അവിടേക്ക് സൈബ ഞാൻ പറഞ്ഞത് സൈബ ഇല്ല പോരെ കെട്ടണില്ല. മതി പോവാ. അതല്ല സൈബ മോളെ പറഞ്ഞ അന്നെക്കാട്ടി സ്നേഹമുണ്ട്. എനിക്ക് അന്നയാണ് കൂടുതൽ ഇഷ്ടം. ഓളെ ഇഷ്ടമില്ല. പോരെ? അല്ല അന്ന ഇഷ്ടമുണ്ട്. ഞങ്ങൾക്ക് അന്ന ഇഷ്ടമുണ്ട്. അല്ലല്ല അതല്ല, എനിക്ക് അന്ന ഇഷ്ടമുണ്ട്. അല്ല പഠിച്ചോ കഴിക്കണില്ല. ഞാൻ കല്യാണം കഴിക്കണില്ല. സെറ്റാക്കാം എനിക്ക് റെഡിയാക്കി തരാം. രണ്ടാളെ കൊണ്ട് തോറ്റല്ല ഞാന്. നോക്ക് നടക്ക് പോകൂലേ? എന്താണ് അറിയോ?
പുതിയൊരാളെ ചേച്ചി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയണം എന്നിട്ട് ചേച്ചി കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പൊ കല്യാണം കഴിച്ചില്ലല്ലോ. കല്യാണം ആരാ കഴിച്ചത്? ഇല്ല കല്യാണം അല്ല കല്യാണം റെഡിയാക്കി അന്നോട് പറഞ്ഞു ഒളിപ്പിച്ച് കഴിച്ചു. അന്നോട് ഒളിപ്പിച്ച് കഴിയാൻ. ഒളിപ്പിച്ച് കഴിച്ചിട്ടില്ല അതല്ല പറഞ്ഞത് ഈ പറഞ്ഞതിനെ കൊണ്ടാണല്ലോ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങോട്ട് മാറി അന്നോട് ഇഷ്ടണ്ട് ഓള് പറഞ്ഞതുകൊണ്ടാണ് അന്നോട് ഞാൻ ഇഷ്ടണ്ട്. കഴിച്ചത്. അല്ലല്ല മാറിക്ക് ഈ ആ ടെടിനും കൊണ്ട് ഇങ്ങനെ നടക്കണ് കുട്ടീനെ താക്കാൻ നീ ഒന്ന് ഡെഡിയാ. എല്ലാം തരൂല എനിക്ക്. ഓടി. അങ്ങനെ പറയില്ലേ? പിന്നെ ഞാനിപ്പോ എന്നെ എന്തൊക്കെ വിളിക്കണ്ട് പിന്നെ അള്ള പഠിച്ചോനെ അടങ്ങിക്ക് മാറിന്നോ. അന്റെ കൈ ഇപ്പൊ ഞാൻ കുടിക്കും. മാറി നിന്നോ. ഞാൻ കെട്ടിടില്ല കെട്ടാക്കടന്നെ നല്ല മോനെ എങ്ങനെയാണെങ്കിൽ. അപ്പം ഇതാകെ പ്രശ്നമായി കൊണ്ട് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവാന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ട സംഭവമാണ്. ഇപ്പൊ അടങ്ങി നിക്ക്. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോ ഇനി റോസ് ഡേ ഉണ്ട്, കിസ് ഡേ ഉണ്ട്, ഹഗ് ഡേ ഉണ്ട്. ഈ പെടും മോനെ, ഈ പെടും. എനിക്കൊന്നും വേണ്ട. റോഷു ഈ ബാലൻസ് ചെയ്യാൻ കഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഈ പ്രശ്നങ്ങൾ തീർക്കട്ടെ കേട്ടോ.